ഒരുപാട് കാൻഡിഡേറ്റ്സിനുള്ള ഒരു ചോദ്യം, അവർ ഡിഗ്രി തുടങ്ങുമ്പോൾ തന്നെ 3 അല്ലെങ്കിൽ 4 ബിടെക് ഒക്കെ ആണെങ്കിൽ 4 വർഷമാണ് ഡിഗ്രി വരുന്നത്. അപ്പോഴേ പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് പോലുള്ള ഡിഗ്രികൾക്ക് ശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് സാറിന് എന്താണ് തോന്നുന്നത്? ഒരു ലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. തീർച്ചയായിട്ടും അതിന് എത്ര നേരത്തെ എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. ബട്ട് ഈവൻ ദെൻ ബാങ്കിൻ്റെ ഇപ്പോഴുള്ള സെലക്ഷൻ പ്രോസസ്സ് കണക്കാക്കുമ്പോൾ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള 5-10 വർഷം പഠിക്കാനുള്ള ഒരു പ്രോസസ്സ് അല്ല അതിന്. തീർച്ചയായിട്ടും ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. ഈ ഐഡിയ മനസ്സിൽ വെച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ആസ്പെക്റ്റ് ഉണ്ട്. ബാങ്കിൻ്റെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരു 10-12 ബാങ്ക് പരീക്ഷകൾക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഉദ്യോഗത്തിനും ഒരു പരിധിവരെ സിവിൽ സർവീസിൻ്റെ ചില ഓപ്ഷൻസിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില പേപ്പേഴ്സിനും ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വർഷങ്ങളുടെ പ്രിപ്പറേഷൻ വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മൈ ആൻസർ ഈസ് നോ. അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്ര ഒരു ബാലികേറാമലയല്ല ഒരു ബാങ്ക് പരീക്ഷ. അപ്പോൾ വളരെയധികം കാലം പ്രിപ്പയർ ചെയ്യണോ? എൻ്റെ ആൻസർ നോ ആണ്. കാരണം ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ളൊരു വ്യക്തിക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ കൊണ്ട് മേ ബി മാക്സിമം വിത്തിൻ 1 ഇയർ കോമ്പീറ്റൻ്റായി മാറാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ ടോപ്പ് ലെവലിൽ വരുന്നവർ മാത്രമേ അപ്പുറം കിടക്കുള്ളൂ. ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. ഒരിക്കൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലുള്ളപ്പോൾ 30% മാർക്ക് കിട്ടിയ കുട്ടികളെ അടക്കം ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. കാരണം ആ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് അത്ര കുറവായിരുന്നു. ഔട്ട് ഓഫ് 225 60 മാർക്ക് കിട്ടിയ കുട്ടികളെ അടക്കം ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദ വെരി നെക്സ്റ്റ് ഇയർ 64% ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എ പെർട്ടിക്കുലർ എക്സാം, ഒരു പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ ഗുണം കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ള ലെവലിലേക്ക് നമുക്ക് സ്വയം വരാൻ പറ്റും. ബട്ട് സ്റ്റിൽ ആ ലെവലിലേക്ക് ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് വിത്ത് ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ 1 ഇയർ വിൽ ബി മോർ ദാൻ സഫിഷ്യൻറ്റ്. ബിടെക്കിനൊക്കെ ഫസ്റ്റ് ഇയർ ചേരുന്ന കുട്ടികളൊക്കെ അപ്പോഴേ ബാങ്ക് ജോബാന്ന് ഉദ്ദേശിച്ചിട്ട് അവർക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ദേ ക്യാൻ കംഫർട്ടബിളി തിങ്ക് അബൌട്ട് ദിസ് ഡ്യൂറിങ് കോഴ്സ് ഓഫ് ദർ സ്റ്റഡീസ്. ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദർ സ്റ്റഡീസ് ദേ ക്യാൻ പ്രിപ്പയർ ആൻഡ് അപ്പിയർ. ഒരിക്കലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സാറ് പറഞ്ഞതുപോലെ ബാങ്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം 11ഓളം നാഷണലൈസ് ബാങ്കുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് IBPS. അതുപോലെ തന്നെ SBI എക്സാംസ്, RBI എക്സാംസ്, സാറ് പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സെക്ടർ എക്സാംസ്, ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ തയ്യാറെടുപ്പോടുകൂടി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, ഏത് ലക്ഷ്യത്തിലേക്കാണെങ്കിലും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്.